പശ്ചിമേഷ്യയിൽ താൽക്കാലിക ആശ്വാസം. US ആക്രമണം കുറഞ്ഞതോടെ തിരിച്ചടി നിർത്തി ഇറാനും. ഹോർമൂസ് ചർച്ചകളിൽ പുരോഗതി. പശ്ചിമേഷ്യയിൽ കഴിഞ്ഞ 2 ദിവസമായി സംഘർഷം അല്പം ശമിപ്പിക്കുന്നതിന്റെ സൂചനകളാണ്. US-ന്റെ വ്യോമാക്രമണങ്ങളുടെ തീവ്രത കുറഞ്ഞതിനെ തുടർന്ന് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇറാൻ സൈന്യം അറിയിച്ചു. ഇതോടെ തുടർച്ചയായ ആക്രമണങ്ങൾക്കൊടുവിൽ മേഖലയിലെ ആകാശത്ത് ആശ്വാസത്തിന്റെ സൂചനകളാണ് ഉയരുന്നത്. കഴിഞ്ഞ 2 രാത്രികളിലായി US-ന്റെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണങ്ങൾ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ സൈനിക വക്താവ് അമീർ അക്രാമിനിയെ പറഞ്ഞു. ഇതുവരെ നടത്തിയ സൈനിക നടപടികളെല്ലാം പ്രതിരോധപരമായ തിരിച്ചടികളായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 2 ആഴ്ചയായി ഇറാനെ ലക്ഷ്യമിട്ട് US നടത്തിയ ആക്രമണങ്ങൾക്ക് പിന്നാലെ സ്ഥിതിഗതികൾ അതീവ സംഘർഷഭരിതമായിരുന്നു. എന്നാൽ ആക്രമണങ്ങളുടെ തീവ്രത കുറയ്ക്കാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ടുകൾ. ഇറാനുമായുള്ള സംഘർഷം പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങാതിരിക്കാൻ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമാക്കുകയാണ് US ഭരണകൂടമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ആവശ്യമെങ്കിൽ ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമെങ്കിലും സൈനിക നടപടികളേക്കാൾ നയതന്ത്രപരമായ ധാരണയാണ് കൂടുതൽ ഫലപ്രദമെന്ന് വൈറ്റ് ഹൗസിൽ നടത്തിയ പ്രസംഗത്തിൽ ട്രംപ് പറഞ്ഞു. എന്നിരുന്നാലും ഈ നിലപാട് താൽക്കാലിക തന്ത്രമാണോ അതോ US-ന്റെ പശ്ചിമേഷ്യൻ നയത്തിലെ ദീർഘകാല മാറ്റത്തിന്റെ ഭാഗമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും ഇതുവരെ വന്നിട്ടില്ല. ഇതിനിടെ ആഗോള എണ്ണ വ്യാപാരത്തിന് നിർണായകമായ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷ സംബന്ധിച്ച ചർച്ചകളിലും മുന്നേറ്റമുണ്ടെന്ന സൂചനയാണ് പുറത്തുവരുന്നത്. ഒമാന്റെ മധ്യസ്ഥതയിൽ നടക്കുന്ന ചർച്ചകളിൽ പുരോഗതി ഉണ്ടായതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇരു രാജ്യങ്ങളുടെയും പരമാധികാരത്തെ മാനിച്ചുകൊണ്ട് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കാനുള്ള അടിയന്തര തത്വങ്ങളിൽ ധാരണയായതായി ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മായിൽ ബഖായി വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ സ്വാധീനം കുറയ്ക്കാനുള്ള US നീക്കങ്ങൾ ശക്തമായ സാഹചര്യത്തിലാണ് ഒമാന്റെ മധ്യസ്ഥതയിൽ ചർച്ചകൾ ആരംഭിച്ചത്. ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു പോകുന്നുവെന്ന സൂചനകൾ ലഭിക്കുന്നതിനിടെ സൈനിക സംഘർഷം കുറയ്ക്കുകയും നയതന്ത്രത്തിന് കൂടുതൽ പ്രാധാന്യം ലഭിക്കുകയും ചെയ്യുന്നത് പശ്ചിമേഷ്യയിലെ സമാധാന പ്രതീക്ഷകൾക്ക് പുതിയ കരുത്ത് പകരുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഇപ്പോൾ ആശ്വാസത്തിന് വകയുണ്ടെങ്കിലും ലോക രാഷ്ട്രീയം നിമിഷങ്ങൾക്കുള്ളിൽ മാറിമറിയുന്ന ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോഴും കടന്നുപോകുന്നത്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി പശ്ചിമേഷ്യയിലെ ആകാശം യുദ്ധവിമാനങ്ങളുടെ ശബ്ദം കൊണ്ട് നിറഞ്ഞിരുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം എപ്പോൾ പൂർണ്ണ യുദ്ധത്തിലേക്ക് മാറുമെന്ന ആശങ്ക ലോകമെമ്പാടും ഉയർന്നിരുന്നു. എണ്ണവില കുതിച്ചുയരാനും ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെടാനും ആഗോള സമ്പദ് വ്യവസ്ഥ വീണ്ടും പ്രതിസന്ധിയിലാകുമോ എന്ന ചോദ്യങ്ങളും അന്താരാഷ്ട്ര വിപണികളെ ആശങ്കയിലാഴ്ത്തിയിരുന്നു. എന്നാൽ അത്തരമൊരു സാഹചര്യത്തിനിടയിലാണ് അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവ് ഇപ്പോൾ സംഭവിച്ചത്. US-ന്റെ വ്യോമാക്രമണങ്ങൾ കുറഞ്ഞതിനെ തുടർന്ന് തങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതായി ഇറാനും പ്രഖ്യാപിച്ചതോടെ വലിയ പ്രതീക്ഷയാണ് ലോക ജനതയ്ക്ക് ഉള്ളത്. ഒരാഴ്ച മുൻപ് വരെ യുദ്ധഭീഷണിയുടെ വക്കിലായിരുന്ന മേഖലയിലാണ് ഇപ്പോൾ നയതന്ത്ര ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തുവരുന്നത്. ഇതൊക്കെ വെറും ഒരു സൈനിക വാർത്ത മാത്രമല്ല. അമേരിക്കയുടെ വിദേശ നയം, ഇറാന്റെ തന്ത്രം, പശ്ചിമേഷ്യയിലെ ശക്തി സമവാക്യം, ലോക എണ്ണ വിപണി, ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള വൻ ശക്തികളുടെ നിലപാട് തുടങ്ങി നിരവധി വിഷയങ്ങളുമായി ഇത് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇറാൻ സൈനിക വക്താവ് അമീർ അക്രാമിനിയുടെ വാക്കുകൾ പ്രകാരം കഴിഞ്ഞ 2 രാത്രികളിലായി അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വ്യോമാക്രമണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇതുവരെ ഇറാൻ നടത്തിയ എല്ലാ സൈനിക നടപടികളും പ്രതിരോധപരമായ തിരിച്ചടികളായിരുന്നുവെന്നും വ്യക്തമാക്കി. അമേരിക്കയുടെ ആക്രമണങ്ങൾ കുറഞ്ഞ സാഹചര്യത്തിലാണ് ഇറാനും തിരിച്ചടികൾ നിർത്തിവെച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പ്രസ്താവന വളരെ നിർണായകമാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന ഓരോ വാർത്തയും ആക്രമണങ്ങളെയും മിസൈൽ പ്രയോഗങ്ങളെയും കുറിച്ചായിരുന്നു. ഒരു ഭാഗത്ത് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ, മറുവശത്ത് ഇറാന്റെ മിസൈൽ സംവിധാനങ്ങൾ. ഓരോ ദിവസവും പുതിയ ആക്രമണങ്ങളും പുതിയ മുന്നറിയിപ്പുകളും. എന്നാൽ ഇപ്പോൾ ആദ്യമായി ഇരുവിഭാഗത്തിൽ നിന്നും ആക്രമണങ്ങളുടെ തോത് കുറഞ്ഞുവെന്ന സൂചനയാണ് ലഭിക്കുന്നത്. സ്വാഭാവികമായും ഇപ്പോൾ ഒരു സംശയം ഉയരാം. അമേരിക്ക പെട്ടെന്ന് ആക്രമണം കുറയ്ക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന്. ഇതിന് ഔദ്യോഗികമായി ഒരൊറ്റ കാരണമല്ല പറയപ്പെടുന്നത്. ഒന്നാമതായി, അമേരിക്ക ഒരു ദീർഘകാല യുദ്ധത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇറാൻ ചെറിയ രാജ്യമല്ല. വിശാലമായ ഭൂപ്രദേശം, വലിയ സൈനിക ശക്തി, മിസൈൽ സാങ്കേതികവിദ്യ, ഡ്രോൺ ആക്രമണശേഷി, അതോടൊപ്പം പശ്ചിമേഷ്യയിലെ നിരവധി സായുധ കൂട്ടായ്മകളുമായുള്ള ബന്ധം, ഇവയെല്ലാം അമേരിക്കയെ ജാഗ്രത പാലിക്കാൻ നിർബന്ധിതരാക്കിയിട്ടുണ്ട്.
ഒരു ആക്രമണം തുടങ്ങിയാൽ അത് എവിടെ അവസാനിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയില്ല എന്നത് ട്രംപിന് നന്നായി അറിയാം. രണ്ടാമതായി, യുദ്ധം നീണ്ടുപോയാൽ അതിൻ്റെ ഏറ്റവും വലിയ ആഘാതം അനുഭവിക്കുക ലോക സമ്പദ് വ്യവസ്ഥയായിരിക്കും. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ ഉൽപ്പാദന മേഖലയാണ് പശ്ചിമേഷ്യ. ഇവിടെ സംഘർഷം വർദ്ധിച്ചാൽ എണ്ണവില കുതിച്ചുയരും. എണ്ണവില ഉയർന്നാൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില മാത്രമല്ല, ഭക്ഷ്യവസ്തുക്കൾ മുതൽ വിമാനയാത്ര വരെ എല്ലാത്തിൻ്റെയും ചെലവ് കൂടും. അതിനാൽ യുദ്ധം എത്രയും വേഗം നിയന്ത്രിക്കണമെന്ന് ലോകശക്തികൾക്കും താൽപ്പര്യമുണ്ട്. മൂന്നാമത്തെ കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് നയതന്ത്ര സമ്മർദ്ദമാണ്. പശ്ചിമേഷ്യയിൽ സ്ഥിതി നിയന്ത്രണാതീതമാകരുതെന്ന് യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും ഒമാനും ഖത്തറും ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങളും അമേരിക്കയോട് ആവശ്യപ്പെട്ടുവെന്നാണ് വിലയിരുത്തുന്നത്. അതിന്റെ ഫലമായാണ് സൈനിക നടപടികൾക്ക് പകരം ചർച്ചകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാൻ അമേരിക്ക തയ്യാറെടുക്കുന്നത് എന്നാണ് സൂചന. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനയും ശ്രദ്ധേയമാകുന്നത്. ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ പൂർണ്ണമായും തകർക്കാൻ അമേരിക്കയ്ക്ക് കഴിവുണ്ടെന്നും എന്നാൽ സൈനിക നടപടികളേക്കാൾ നയതന്ത്രപരമായ ധാരണയാണ് കൂടുതൽ ബുദ്ധിപരമായ മാർഗമെന്നും ട്രംപ് പറഞ്ഞു. ശക്തി പ്രകടിപ്പിക്കാനും അതേസമയം ചർച്ചകൾക്കുള്ള വാതിൽ തുറന്നുവെക്കാനും ശ്രമിക്കുന്ന സന്ദേശമായാണ് ഈ പ്രസ്താവനയെ കാണേണ്ടത്. ഇറാനും ഈ സന്ദേശം സൂക്ഷ്മമായി വായിച്ചുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അമേരിക്ക ആക്രമണം കുറച്ചാൽ തങ്ങളും തിരിച്ചടികൾ അവസാനിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചതിലൂടെ സംഘർഷം കൂടുതൽ വഷളാക്കാൻ ഇപ്പോൾ താൽപ്പര്യമില്ലെന്ന സന്ദേശമാണ് ടെഹ്റാനും നൽകുന്നത്. എന്നാൽ അതിനർത്ഥം ഇറാൻ നിലപാട് മാറ്റിയെന്നല്ല. തങ്ങളുടെ പരമാധികാരവും സുരക്ഷയും സംബന്ധിച്ച കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന നിലപാട് അവർ ഇപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ മറ്റൊരു പ്രധാന ചോദ്യവും ഉയരുന്നുണ്ട്. ഈ സമാധാന സൂചനകൾ എത്രത്തോളം വിശ്വസിക്കാനാകും എന്നത്. കാരണം പശ്ചിമേഷ്യയുടെ ചരിത്രം പരിശോധിച്ചാൽ പലതവണ ഇത്തരത്തിലുള്ള ഇടവേളകൾ ഉണ്ടായിട്ടുണ്ട്. ആക്രമണം നിർത്തിവെച്ചതായി പ്രഖ്യാപിച്ച ശേഷവും കുറച്ച് ദിവസങ്ങൾക്കകം വീണ്ടും മിസൈലുകൾ പറന്ന സംഭവങ്ങൾ നിരവധി തവണ ഉണ്ടായിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യം സ്ഥിരമായ സമാധാനത്തിലേക്കുള്ള വഴിയാണെന്ന് ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. എന്നിരുന്നാലും കഴിഞ്ഞ 2 ദിവസത്തെ സംഭവ വികാസങ്ങൾ ലോകത്തിന് ഒരു ചെറിയ ആശ്വാസമെങ്കിലും നൽകിയിട്ടുണ്ട് എന്നുറപ്പാണ്. യുദ്ധം ഒഴിവാക്കി ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം നേടാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നു എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉയരുന്നത്.